നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ചില പ്രത്യേകതരം ആൾക്കാരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. വെൽക്കം ടു പാർട്ട് 1 ഓഫ് കുടുംബക്കാർ പലവിധം. ഇവർ ആക്ച്വലി ഒരു 10 കൊല്ലം പിറകിലോട്ടായിരിക്കും. സോ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്ക് അബ്നോർമലായിട്ട് തോന്നും. എന്നിട്ട് ഇവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും, വീട്ടിൽ വിളിച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കും. ഇവരുടെ മെയിൻ വിക്ടിം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ കൺവെൻഷണൽ രീതികൾക്കെതിരെ പോയൊരു പെൺകുട്ടിയായിരിക്കും. ഞങ്ങളുടെ കേസിൽ അതിന്റെ സിസ്റ്റർ ആയിരുന്നു. കുടുംബത്തിൽ കല്യാണത്തിന് മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ പെൺകുട്ടി അവളായിരുന്നു. അത് അക്കോർഡിംഗ് ടു ദം ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇവൾ ഡ്രൈവിംഗ് പഠിച്ചു, അത് അതിലേറെ പ്രശ്നം. ഒരു ദിവസം ഇവർ വീട്ടിലേക്ക് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഓൾ അങ്ങാടി കൂടെ വലിയ ബാഗും തൂക്കി നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ കുടുംബത്തിന് മാനക്കേടല്ലേ. ബാഗ് എന്ന് ഉദ്ദേശിച്ചത് ലേഡീസ് ബാഗ് ആണ് കേട്ടോ. ഇതൊരു 2007 നടക്കുന്ന കാര്യമാണ്. അത് അന്ന് അവര് 1997 എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ ഒരു കാലഘട്ടം അനുസരിച്ച് നമുക്കൊരു സഞ്ചിയൊക്കെ തൂക്കി പിടിച്ച് നടക്കാം. അതും ഷോൾഡറിൽ ഇടാൻ പറ്റില്ല, തൂക്കി പിടിക്കണം. നോട്ട് ദ പോയിന്റ്. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇവൾ അങ്ങാടി കൂടെ ഫോൺ വിളിച്ചു പോകുന്നതിനെ പറ്റിയിട്ട് ഘോര പ്രസംഗം. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും ഇവളുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ശല്യം ചെയ്യാം. പിന്നെ കുറെ കാലം കടന്നുപോയി. 2026 അവർ കാളവണ്ടിയോ ട്രാക്ടറോ ഏതാണ്ടൊക്കെ പിടിച്ചിട്ട് 2016 എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും പഠിക്കുന്നുണ്ട്, ബാഗും തൂക്കി നടക്കുന്നുണ്ട്, ബാക്ക് പാക്കും ഇട്ട് ടൂർ പോകുന്നുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ട്. എല്ലാം സർവ്വസാധാരണമായ കാര്യമാണെന്ന് ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഇപ്പൊ അവർക്ക് മിണ്ടാട്ടില്ല. ഇവരുടെ കുടുംബത്തിൽ ആരെന്ത് ചെയ്താലും അവർക്കത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് അംഗീകരിക്കാൻ പറ്റി. പക്ഷെ ഇവര് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പ് അതിന് കയ്യും കണക്കുമില്ല. ഇവർ കാരണം നമ്മുടെ ഫാമിലി അനുഭവിച്ചൊരു മാനസിക പ്രശ്നം ഉണ്ടല്ലോ, അത് വളരെ ഹ്യൂജ് ആയിരുന്നു. ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക.